പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇനിയൊരു അവസാനം ഉണ്ടായേക്കില്ല എന്ന ആശങ്ക നിലനിൽക്കെ തന്നെ വീണ്ടും വീണ്ടും ഭീഷണി മുഴക്കി ഇറാൻ രംഗത്ത്. ഇനിയും യുദ്ധമുണ്ടായാൽ അത് ആഗോള യുദ്ധമാകുമെന്ന് ഇറാന്റെ താക്കീതാണ് പുറത്തുവരുന്നത്. ഇറാൻ പുതിയ മിസൈൽ വികസിപ്പിച്ചെന്നും യുദ്ധം തുടർന്നാൽ ആണവായുധത്തിനൊപ്പം തന്നെ ഇവ ഉപയോഗിക്കുമെന്നും മുതിർന്ന കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റസ ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നതായി തന്നെ വ്യക്തമാക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇത്തരമൊരു ഭീഷണി മുഴക്കി ഇറാൻ രംഗത്ത് വരുന്നതും. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയെങ്കിൽ പോലും ആ പ്രഖ്യാപനം പിന്നീട് അത് മാറ്റുകയും ഹോർമുസ് അടച്ചുപൂട്ടുകയുമാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇത് ഇറാനിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഏകോപനമില്ലാത്ത പ്രഖ്യാപനമെന്ന് മാധ്യമങ്ങൾ തുറന്ന് വിമർശിക്കുകയും ഇറാൻ ചർച്ചാ സംഘത്തെ നയിക്കുന്ന പാർലമെന്റ് സ്പീക്കർ ഇന്ന് നിലപാടുകൾ ഘടിപ്പിച്ച് രംഗത്ത് വരികയും ചെയ്തതും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അമേരിക്ക നാവിക ഉപരോധം തുടർന്നാൽ ഹോർമുസ് കടലെടുക്ക് തുറക്കില്ല എന്ന ഒരു വാദമാണ് അവിടെ ഉന്നയിച്ചത്. ട്രംപ് നടത്തിയ 7 അവകാശവാദങ്ങളും തെറ്റാണ് എന്നും മാത്രമല്ല ഇതിനു പിന്നാലെ ഹോർമുസ് കടലെടുക്ക് കടക്കാൻ ശ്രമിച്ച കപ്പലുകൾക്ക് നേരെ ഇറാൻ വെടിവെപ്പ് നടത്തുകയും ചെയ്തു. ഇറാൻ ആക്രമിക്കാൻ ശ്രമിച്ച കപ്പലുകളിൽ ഇന്ത്യൻ കപ്പലുകളുമുണ്ട്. തുടർന്ന് വിദേശകാര്യ മന്ത്രാലയം ഇറാന്റെ അംബാസിഡറെ വിളിച്ചു വരുത്തിക്കൊണ്ട് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഇതോടൊപ്പം തന്നെയാണ് ഇനിയൊരു യുദ്ധമുണ്ടായാൽ അത് ആഗോള യുദ്ധമാകുമെന്നും മാത്രമല്ല ഈ മാസം പോലും അവിടെ ഇറാൻ പുതിയ മിസൈലുകൾ വികസിപ്പിച്ചതായും യുദ്ധം തുടർന്നാൽ അവ ഉപയോഗിക്കുമെന്ന ഭീഷണി മുഴക്കിയതും അത് വലിയ ഒരു ചർച്ചകൾക്കും മാത്രമല്ല ഒരു ആശങ്കകൾക്കും ഇവിടെ വഴിവച്ചിരിക്കുകയാണ്. ഇറാന്റെ മിസൈൽ ശേഷിയെ തടയാൻ കഴിയില്ല എന്നതുമാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനിടെ തന്നെ ഹോർമുസ് കടക്കാൻ കപ്പലുകളിൽ നിന്ന് പണം ഈടാക്കാൻ ഇറാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. സുരക്ഷ, പരിസ്ഥിതി സംരക്ഷണം എന്നിവയ്ക്ക് ഫീസ് ഈടാക്കുമെന്ന് ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ വ്യക്തമാക്കുകയും സമ്മർദ്ദം കടുപ്പിക്കുകയാണ് എന്നതാണ് ഇവിടെ ഇറാൻ നിലപാടെടുത്തിരിക്കുന്നതായി തന്നെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല അമേരിക്കയിൽ നിന്ന് ഇറാനിലേക്ക് വരുന്നതും പോകുന്നതുമായ കപ്പലുകൾക്ക് നാവിക ഉപരോധം തുടർന്നതോടെയാണ് ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കാൻ കടുത്ത തീരുമാനം ഇറാൻ എടുത്തത്. ഇറാൻ യുറേനിയ ശേഖരം കൈമാറുമെന്നും ആണവ പദ്ധതി ഉപേക്ഷിക്കുമെന്നുമുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളെയും ഇറാൻ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം ബുധനാഴ്ചയ്ക്കുള്ളിൽ ധാരണയായില്ല എങ്കിൽ ആക്രമണം തുടരുമെന്ന് തന്നെയാണ് ട്രംപും ഭീഷണി മുഴക്കുന്നത്. പരസ്പരം അതിശക്തമായ വിലപേശൽ അവിടെ നടക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു രീതിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.